അയ്യേ ഡോ കരയാതടോ. ഒന്നല്ല ഈ ഒരു പോലീസല്ലേ, എന്തുണ്ടായിന്ന് പറ. സസ്പെൻഷൻ അടിച്ചു തന്നപ്പോ നിങ്ങള് യൂണിയൻകാരുമില്ല, ആരുമില്ല, ഞാനൊറ്റക്കായില്ലേ. സസ്പെൻഷൻ എന്തിനെ? രാവിലെ വീട്ടിൽ നിന്ന് ഭാര്യനോടും മക്കളോടും പോലീസാണെന്ന് പറഞ്ഞു പോരും. എന്നിട്ട് ഈ ഏമാന്റെ വീട്ടിൽ തുണി അലക്കല്, അവർക്ക് മാർക്കറ്റിൽ പോയി കൊടുക്കല്, പട്ടീനെ കുളിപ്പിക്കല്. ഞാനൊരു മനുഷ്യനല്ലേ. ശരിയാ, എത്ര തവണ ഞാനിവിടെ കൊണ്ടുവന്ന് പരാതി പറഞ്ഞത്. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാ? കഴിഞ്ഞ ദിവസം ഇഡലി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു എന്നോട്. എനിക്ക് ഇഡലി ഉണ്ടാക്കാൻ അറിയാമോ? ഞാൻ ഇഡലി ഉണ്ടാക്കിയപ്പോ വെന്തില്ല. ഏമാന്റെ ഭാര്യ പിടിച്ചു നോക്കിയപ്പോ അത് വെന്തിട്ടില്ല എന്ന് പറഞ്ഞ് എന്റെ മോന്തക്കിട്ട് ഒറ്റടി. ഞാൻ എന്റെ കഷ്ടകാലത്തിന് രണ്ടൊന്നും മുദ്രാവാക്യം വിളിച്ചു പോയി അവിടെ നിന്ന്. ഓർഗനൈസിന്റെ ആളാണല്ലോ, അപ്പൊ അറിയാണ്ട് മുദ്രാവാക്യം വിളിച്ചു പോകും. അതുപോലെ ഇഡലി വന്നിട്ട് തിന്നാനും പറ്റില്ല. അല്ല, നമുക്ക് അങ്ങനെ വിട്ടാൻ പറ്റില്ല. നമ്മൾ ഇവര് ഈ വലിയ വലിയ ഏമാന്മാര് പറയുന്നതൊക്കെ ഇങ്ങനെ മൂളി കേൾക്കണോണ്ടാണ് ഈ പ്രശ്നം. തന്നെ പോലെ ഒരാൾ പ്രതികരിക്കണം, അപ്പോഴാണ് നമ്മുടെ ഓർഗനൈസേഷന് അതിന്റേതായ ശക്തി ഉണ്ടാവുള്ളൂ. ഇപ്പൊ തന്നെ പ്രതികരിച്ചിട്ട് ഞാൻ ഒറ്റപ്പെട്ടില്ലേ? സസ്പെൻഷൻ എനിക്ക് നിങ്ങളൊന്നും ഇടപെട്ടായില്ലേ? ആരൊറ്റപ്പെട്ടു? ഞങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലോ. ഞങ്ങളുണ്ട്. നിങ്ങൾ കൂടെ എന്റെ പണി പോയില്ലേ? പ്രതികരിക്കാം, നമുക്ക് എങ്ങനെയെങ്കിലും ഈ സസ്പെൻഷൻ പിൻവലിപ്പിക്കാം. ഇപ്പൊ തന്നെ അവിടെ ഒരു വനിതാ കോൺസ്റ്റബിൾ എന്താ ശ്യാമള പരാതി തന്നിട്ടുണ്ട്. അവിടെ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്യാമളയൊക്കെ അവിടെ കലം കഴുകി ചാകയാണ്. അതെ, നമുക്കിത് ഇങ്ങനെ വിട്ടാൻ പറ്റില്ല. ഇത് പ്രതികരിക്കണം. നിങ്ങൾ കോളേജിന്റെ കാര്യമാണ്, സ്റ്റുഡൻസിന്റെ കാര്യമാണെന്നൊക്കെ എനിക്കറിയാം, അതൊക്കെ സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ ഈ കുളം വൃത്തിയാക്കലും ഈ നാട്ടിൽ ഇത്തരം ചില സംഗതികളൊക്കെ ഉണ്ടാവുക, ആ പ്രാദേശികമായിട്ടുള്ള എല്ലാ നേതാക്കന്മാരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ പോരെ? അതല്ലേ ബെറ്റർ. ഓക്കെ, ഞാൻ പരമാവധി വരാൻ ശ്രമിക്കാം കേട്ടോ. ശരി, ഓക്കെ. സാറേ, പാരിജാതന്റെ സസ്പെൻഷന്റെ കാര്യമല്ലേ? അതെ സാർ. ഇയാള് സമരം വിളിച്ചു പോയതല്ലേ ഇവിടെ നിന്ന്? പെട്ടെന്നൊരു ആവേശത്തിന്. ആവേശം തീർന്നോ? ബുദ്ധിമുട്ടാണ്. ഈ IPS എന്ന് പറയുന്നതേ നല്ല വിൽപ്പറുള്ളവർ കിട്ടുന്ന. അവരൊരാളെ സസ്പെൻഡ് ചെയ്താൽ പിന്നെ ആന കുത്തിയാലും ഇളകില്ല. അതാ IPS. സാറേ, ദാരിദ്ര്യാണ്. പിന്നെ ഭാര്യക്ക് സുഖമില്ലല്ലോ. ആരുടെ? സാറേ, എങ്ങനെയെങ്കിലും അവന്റെ സസ്പെൻഷൻ ഒന്ന് പിൻവലിച്ചില്ലെങ്കിലോ ഇയാൾ സമരം ചെയ്യോ? അതിപ്പോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റില് സമരം ചെയ്യാനെന്നുള്ള വകുപ്പില്ലല്ലോ.